ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ബിആർഎസ് നേതാവ് കെ കവിതയെ ചോദ്യം ചെയ്യാൻ സിബിഐക്ക് അനുമതി. ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള കെ കവിത നിലവിൽ തീഹാർ ജയിലിലാണുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ഗൗതം ചേർന്നുണ്ട്. ഗൗതം, എങ്ങനെ നോക്കിക്കാണാം? വിഷ്ണു, കെ കവിതയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഈ ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് വീണ്ടും ഉണ്ടാകുന്നത്. നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിലുള്ള കെ കവിത കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തീഹാർ ജയിലിലാണ് ഉള്ളത്. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കോടതി കെ കവിതയെ അയച്ചിരുന്നു. കഴിഞ്ഞ മാർച്ച് മാസം 15-ാം തീയതിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈദരാബാദിൽ നിന്നും ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ഇതിലെ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കെ കവിതയെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. പിന്നീട് ഡൽഹിയിൽ എത്തിക്കുകയായിരുന്നു. കെ കവിത പല ഘട്ടങ്ങളിൽ കോടതിയെ സമീപിച്ചുകൊണ്ട് തൻ്റെ അറസ്റ്റ് ഒഴിവാക്കുവാനും ജാമ്യാപേക്ഷ തേടുകയും ഒക്കെ ചെയ്തെങ്കിലും കോടതിയും ഇഡിയുടെ നിലപാടുകളെ ശരിവെച്ചുകൊണ്ട് ആദ്യം ഇഡി കസ്റ്റഡിയിലും പിന്നീട് ജുഡീഷ്യൽ കസ്റ്റഡിയിലും കെ കവിതയെ അയച്ചു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സിബിഐ കൂടി ഈ കേസിൽ കെ കവിതയെ ചോദ്യം ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുകയും ഇപ്പോൾ കോടതി സിബിഐക്ക് കവിതയെ ചോദ്യം ചെയ്യുവാനുള്ള അനുമതി നൽകിയിരിക്കുകയുമാണ്. നമുക്കറിയാം, ഈ ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ അന്വേഷണം ആരംഭിക്കുന്നത് തന്നെ സിബിഐ ആണ്. കഴിഞ്ഞ വർഷം ഫെബ്രുവരി മാസത്തിൽ ഡൽഹിയുടെ ഉപമുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടിയുടെ മുതിർന്ന നേതാവായ മനീഷ് സിസോദിയെ ഉൾപ്പെടെ ആദ്യം അറസ്റ്റ് ചെയ്യുന്നത് സിബിഐ ആണ്. പക്ഷേ പിന്നീട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസിൽ കൂടുതൽ രംഗത്തെത്തുകയും അരവിന്ദ് കെജ്രിവാളും അതോടൊപ്പം തന്നെ കവിതയും ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. രണ്ട് കേന്ദ്ര ഏജൻസികൾ ഒരുപോലെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസാണ്. അതിനാൽ ഈ കേസിൽ ഒരു ഏജൻസി അറസ്റ്റ് ചെയ്യുന്ന വ്യക്തികളെ മറ്റ് ഏജൻസി കൂടി ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം മുൻപും നമ്മൾ ഡൽഹി മദ്യനയ അഴിമതി കേസിൽ കാണുന്നുണ്ട്. അതിനാൽ ഇഡി അറസ്റ്റ് ചെയ്ത കവിതയെ ഇപ്പോൾ സിബിഐക്ക് കൂടി ചോദ്യം ചെയ്യുവാനുള്ള അനുമതിയാണ് ഡൽഹി റോസ് അവന്യൂ കോടതി നൽകിയിരിക്കുന്നത്. വിഷ്ണു, വ്യക്തമാണ്. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ബിആർഎസ് നേതാവ് കെ കവിതയ്ക്ക് വീണ്ടും തിരിച്ചടി. കവിതയെ ചോദ്യം ചെയ്യാൻ സിബിഐക്ക് അനുമതി നൽകിയിരിക്കുകയാണ് ഡൽഹി റോസ് അവന്യൂ കോടതി. ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള കെ കവിത ഇപ്പോൾ തിഹാർ ജയിലിലാണ് ഉള്ളത്. ഗൗതമാണ് വിശദമായ റിപ്പോർട്ടുകളും പങ്കുവച്ചത്.